വെൽക്കം ടു പെപ്പ് ലേണിംഗ്. ജാമിയ മിൽ ഇസ്ലാമിയയിലേക്ക് വിവിധ ഡിഗ്രി കോഴ്സുകൾക്ക് നിങ്ങൾക്ക് ഇപ്പോൾ അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. നമുക്കെല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ ഇന്ത്യയിലെ പ്രധാനപ്പെട്ട സെൻട്രൽ യൂണിവേഴ്സിറ്റിയാണ്. ഒരുപാട് വ്യത്യസ്തമായിട്ടുള്ള ഡിഗ്രി കോഴ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്ന യൂണിവേഴ്സിറ്റി കൂടിയാണ്. ഡിഗ്രി കോഴ്സുകളെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, ഇന്ത്യയിലെ എല്ലാ പ്രധാനപ്പെട്ട സെൻട്രൽ യൂണിവേഴ്സിറ്റികളിലേക്കും മറ്റു പ്രീമിയർ സ്ഥാപനങ്ങളിലേക്കും ഡിഗ്രി കോഴ്സുകൾക്കുള്ള പ്രവേശനം CUET UG വഴിയാണ്. പക്ഷേ ജാമിയ മിൽ ഇസ്ലാമിയ മാത്രം അവരുടേതായിട്ടുള്ള എൻട്രൻസ് എക്സാമിനേഷനാണ് മിക്ക കോഴ്സുകൾക്ക് നടത്തുന്നത്. എന്നാൽ ചില കോഴ്സുകൾക്ക് CUET UG വഴി തന്നെയാണ് ജാമിയ മിൽ ഇസ്ലാമിയയും അഡ്മിഷൻ നടത്തുന്നത്. ഏതെല്ലാം കോഴ്സുകളാണത്? ഈ പറയുന്ന കോഴ്സുകളിൽ അപേക്ഷ സമർപ്പിക്കുന്നതിന് മുമ്പ് എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ ചർച്ച ചെയ്യാൻ വേണ്ടി പോകുന്നത്. ജാമിയ മിൽ ഇസ്ലാമിയയിൽ CUET UG വഴി പ്രവേശനം നടത്തുന്ന കോഴ്സുകൾ ഏതൊക്കെയാണ് എന്നുള്ളതാണ് പറയുന്നത്. അതിന് ഏത് ഡൊമൈൻ സ്പെസിഫിക് സബ്ജക്റ്റാണ് നമ്മൾ എഴുതേണ്ടത് തുടങ്ങിയിട്ടുള്ള ഡീറ്റെയിൽസും പറയുന്നുണ്ട്. അതായത് പ്രധാനമായിട്ട് വരുന്ന കോഴ്സ് ഒന്ന് BA ഓണേഴ്സ് ടർക്കിഷ് ലാംഗ്വേജ് ആൻഡ് ലിറ്ററേച്ചർ. അത് നിങ്ങൾ അപേക്ഷ കൊടുക്കേണ്ടത് ജനറൽ ടെസ്റ്റ് ആണ് എഴുതേണ്ടത്. BA ഓണേഴ്സ് സാൻസ്കൃതിനാണ്, അതുപോലെ തന്നെ അതിന് ജനറൽ ടെസ്റ്റ് ആണ് എഴുതേണ്ടത്. BA ഓണേഴ്സ് ഫ്രഞ്ച് ആൻഡ് ഫ്രാങ്കോഫോൺ സ്റ്റഡീസിന് ജനറൽ ടെസ്റ്റ് ആണ് എഴുതേണ്ടത്. BA ഓണേഴ്സ് സ്പാനിഷ് ആൻഡ് ലാറ്റിൻ അമേരിക്കൻ സ്റ്റഡീസ് ഉണ്ട്, അതിനും ജനറൽ ടെസ്റ്റ് തന്നെയാണ് എഴുതേണ്ടത്. അതുപോലെ തന്നെ BA ഓണേഴ്സ് ഹിസ്റ്ററി ഉണ്ട്, അതിന് ഹിസ്റ്ററിയാണ് ഡൊമൈൻ സബ്ജക്ട് നിർബന്ധമായിട്ടും എഴുതേണ്ടത്. അതുപോലെ തന്നെ BA ഓണേഴ്സ് ഹിന്ദി ഉണ്ട്, അതിന് ഹിന്ദിയാണ് എഴുതേണ്ടത്. BA ഓണേഴ്സ് ഉറുദു ഉണ്ട്, അതിന് ഉറുദു ആണ് എഴുതേണ്ടത്. അതുപോലെ തന്നെ BA ഓണേഴ്സ് കൊറിയൻ ലാംഗ്വേജ് ഉണ്ട്, അതിന് ജനറൽ ടെസ്റ്റ് ആണ് എഴുതേണ്ടത്. ഫോറിൻ ലാംഗ്വേജ് ഒക്കെ ശ്രദ്ധിക്കുക, ബുക്കിലും ജനറൽ ടെസ്റ്റ് ആണ് പറയുന്നത്. അതുപോലെ തന്നെ BA ഓണേഴ്സ് പേർഷ്യൻ ഉണ്ട്, അതിനും ഈ പറഞ്ഞ പോലെ ജനറൽ ടെസ്റ്റ് ആണ് എഴുതേണ്ടത്. BSc ബയോടെക്നോളജി ഉണ്ട്, അതിന് അല്ലെങ്കിൽ ബയോളജി ബയോകെമിസ്ട്രി ബയോടെക്നോളജി ആ കോമ്പിനേഷൻ ആണ് എഴുതേണ്ടത്. അതുപോലെ തന്നെ VWOC സോളാർ എനർജി, BSc ഹോണേഴ്സ് ഫിസിക്സ്, BSc ഹോണേഴ്സ് കെമിസ്ട്രി ഉണ്ട്. സോളാർ എനർജിക്കും BSc ഹോണേഴ്സ് ഫിസിക്സിനും ഫിസിക്സ് എന്നുള്ള ഡൊമൈൻ സബ്ജക്റ്റ് ആണ് എഴുതേണ്ടത്. അങ്ങനെ കെമിസ്ട്രി ഉണ്ട്. അതുപോലെ തന്നെ BSc ഹോണേഴ്സ് അപ്ലൈഡ് മാത്തമാറ്റിക്സ് ഉണ്ട്, അതിന് മാത്തമാറ്റിക്സ് ആണ് എഴുതേണ്ടത്. BA ഓണേഴ്സ് എക്കണോമിക്സ് ഉണ്ട്, എക്കണോമിക്സ് കോഴ്സ് ആണ് എഴുതേണ്ടത്. ഇങ്ങനെ 15 കോഴ്സുകൾ CUET UGയുടെ അണ്ടറിലാണ് വരുന്നത്. അപ്പം ഇപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ജാമിയയാണ് നിങ്ങളുടെ ടാർഗറ്റ് എങ്കിൽ നിങ്ങൾ ഇപ്പോൾ ജാമിയയിൽ +2 പഠിക്കുന്ന കുട്ടികൾ, ഈ വർഷത്തെ CUET UG എഴുതാൻ ഉദ്ദേശിക്കുന്ന ആളുകൾ നിർബന്ധമായിട്ടും ഇപ്പോൾ ജാമിയ മിൽ ഇസ്ലാമിയയിൽ അപേക്ഷ കൊടുക്കേണ്ടതാണ്. വീണ്ടും പറയുന്നു, ഇപ്പോൾ +2 പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികൾ അല്ലെങ്കിൽ +2 കഴിഞ്ഞ കുട്ടികൾ ജാമിയ മിൽ ഇസ്ലാമിയയിൽ ഈ പറയുന്ന കോഴ്സുകൾക്ക്, ഈ പറയുന്ന 15 കോഴ്സുകളിൽ ഏതെങ്കിലും കോഴ്സുകൾക്ക് അഡ്മിഷൻ ലഭിക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവർ നിർബന്ധമായും ജാമിയയുടെ വെബ്സൈറ്റ് വഴി അപേക്ഷ സമർപ്പിക്കേണ്ടതാണ്. അതിനുശേഷം CUET UGയുടെ അപ്ലിക്കേഷൻ ഫോം വിളിക്കുന്ന സമയത്ത് CUET UGയിൽ അപ്ലിക്കേഷൻ ഫോം കൊടുക്കുകയും ചെയ്യേണ്ടതാണെന്നുള്ള കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. സോ ഇത്രയും ഡീറ്റെയിൽസ് ആണ് പറയാനുള്ളത്. വിഷ് യു ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു.